ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ റിവിഷൻ ത്രൂ PYQ PSC PYQയുടെ ഒരു റിവിഷൻ സീരീസ് ഉണ്ട്. അതിന്റെ 4ാമത്തെ ക്ലാസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ റിവിഷൻ ഭാഗം എന്ന് പറയുന്നത് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ ഇതൊരു PYQ വഴിയുള്ള ഒരു റിവിഷൻ ക്ലാസ് ആണ്. ഈ സീരീസ് നമ്മുടെ 4ാമത്തെ ക്ലാസ് ആണ് ഇത്. ബാക്കി നമ്മുടെ PYQ സീരീസ് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 സബ് ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എൻവയോൺമെന്റും ആൻഡ് ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ടോപ്പിക് ആയിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ @കിരൺ PSC സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ട്, അതിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, എങ്കിൽ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. ഇൻ 2024 the government of Kerala launched the Climate Resilient Kerala Initiative CRKI, which aligns the state disaster risk reduction and sustainable development goals. Which of the following features correctly describe the initiative in the context of Kerala governance and planning system? Okay, എന്നതാണ് ചോദ്യം. അതായത് ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട് 2024 കേരള ഗവൺമെന്റ് ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്രോഗ്രാമിന്റെ പേരാണ് CRKI, ക്ലൈമറ്റ് റെസിലിയന്റ് കേരള ഇനീഷ്യേറ്റീവ് എന്നാണ് ഇതിനെ പറയാ. ഇതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം, അല്ലെ? വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ എബോ ആർ കറക്റ്റ്? താഴെ പറയുന്ന പ്രസ്താവന ഏതാണ് ശരി എന്നാണ് ചോദ്യം. എങ്കിൽ നമുക്ക് ഓരോ പ്രസ്താവനയായിട്ട് വായിക്കാം, എന്നിട്ട് അതെല്ലാം പഠിക്കാം, എന്നിട്ട് തിരിച്ചു വന്ന് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്പർ 1, ഇറ്റ് ഇന്റഗ്രേറ്റ്സ് climate adaptation strategies directly into local self government plan level plans. അതായത് പഞ്ചായത്ത് ലെവലിലാണ്, തദ്ദേശ സ്വയംഭരണ ലെവലിലാണ് എന്ത് ചെയ്യുക, ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ് കേരള ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത്. ശരിയാണോ തെറ്റാണോ? 2, ഇറ്റ് ഈസ് കോർഡിനേറ്റഡ് ബൈ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി KSDMA. അതായത് ഓക്കെ ശരി, ഓക്കെ, ഇറ്റ് ഈസ് കോർഡിനേറ്റഡ് ബൈ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി KSDMA ആൻഡ് ഫണ്ടഡ് സോൾലി വേൾഡ് ബാങ്ക്. ഈ പരിപാടി നടത്തുന്നത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ്. ഇതിന് ഫണ്ട് കൊടുക്കുന്നത് വേൾഡ് ബാങ്ക് ഒറ്റയ്ക്കാണ്. വേൾഡ് ബാങ്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഫണ്ട് കൊടുക്കുന്നുള്ളൂ. ശരിയാണോ തെറ്റാണോ നോക്കണം. 3, ഇറ്റ് എംഫസൈസ് വാട്ടർഷെഡ് ബേസ്ഡ് ഡെവലപ്മെന്റ് ആൻഡ് നാച്ചുറൽ ബേസ്ഡ് സൊല്യൂഷൻസ് ഫോർ ഡിസാസ്റ്റർ പ്രോൺ സോൺസ്. ഇത് തണ്ണീർത്തടങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ച് റെസിലിയന്റ് കേരള ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് തണ്ണീർത്തടങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ പ്രകൃതിയുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തിട്ട് സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഡിസാസ്റ്റർ എവിടെയൊക്കെയാണോ പ്രകൃതി ദുരന്തം വരാൻ സാധ്യതയുള്ളത് അതിനെ ആ രീതിയിൽ സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. 4, ഇറ്റ് മാൻഡേറ്റ്സ് ദ യൂസ് ഓഫ് ക്ലൈമറ്റ് വൾണറബിലിറ്റി ഇൻഡെക്സിംഗ് ഇൻ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിംഗ്. ക്ലൈമറ്റ് വൾണറബിലിറ്റി അതായത് ക്ലൈമറ്റിനോട് പ്രശ്നമുള്ള, ഫോർ എക്സാമ്പിൾ വയനാടൊക്കെ ഉണ്ടല്ലോ, അവിടെ നമുക്ക് എന്ത് വരും, ക്ലൈമറ്റിൽ ഇഷ്യൂ വരുന്നതല്ലേ. എപ്പോ വേണമെങ്കിൽ ഉരുൾപൊട്ടാവുന്ന ഒരു സ്ഥലമാണ് വയനാട്, ഇടുക്കി തുടങ്ങിയ സ്ഥലങ്ങൾ. പാലക്കാട് എന്ന് പറഞ്ഞ സ്ഥലം എപ്പോ ചൂട് കൂടിയിട്ട് സൂര്യാഘാതം ഏൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. വെള്ളം വന്നു കഴിഞ്ഞാൽ അപ്പം മുങ്ങാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് എറണാകുളം, അങ്ങനെയുള്ള ഭാഗങ്ങൾ. അപ്പൊ അങ്ങനെ ഓരോ ഭാഗങ്ങളെ അവരുടെ ക്ലൈമറ്റ് വൾണറബിലിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യുക, മാറ്റുക. അതിനു വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് ലെവലിൽ പ്ലാനിങ് ചെയ്യുക, ജില്ലാ ലെവലിൽ പ്ലാനിങ് ചെയ്യുക. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം മനസ്സിലാക്കി ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് CRKA എന്താണെന്ന് പഠിക്കണം. അത് പഠിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് വരാം, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്കത് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലെ? ദാ പോയി ദാ വന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ടോപ്പിക്കാണ്. അതായത് പെട്ടെന്ന് തീരും പറഞ്ഞാൽ അത്ര നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ നമുക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പൊ എന്താണ് കേരളത്തിന്റെ ക്ലൈമറ്റ് റെസിലിയന്റ് കേരള ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്? അപ്പൊ ഇത് പറയുന്നതിന് മുമ്പ് നേരത്തെ, അതായത് ഏകദേശം ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഇത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കൊരു പ്രളയം വന്നിട്ടുണ്ടായിരുന്നു 2017-18 സമയത്ത്. പിന്നെ ഒരു കൊറോണ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ പ്രളയത്തിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വിവിധ പ്രളയങ്ങളും ക്ലൈമറ്റൽ ഇഷ്യൂസും വയനാട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും മറ്റു സ്ഥലത്തുണ്ടാകുന്ന ഇഷ്യൂസും പിന്നെന്താ നമ്മുടെ ചൂട് കൂടുന്നതിന്റെ ഭാഗമായിട്ട്
വന്യജീവികൾ വന്നു വരുന്ന ഇഷ്യൂ, ഇങ്ങനെ ഇഷ്യൂ ഒരുപാട് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ കേരളമല്ല ഇപ്പോഴത്തെ കേരളം എന്ന് പറയുന്നത്. കേരളത്തിൽ നന്നായി മഴ ലഭിച്ചിരുന്നു, നല്ല കാലാവസ്ഥയായിരുന്നു. ആ കാലാവസ്ഥയിലൊക്കെ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് റോഡ് വന്നിട്ടുണ്ട്, അത് സത്യമായ കാര്യമാണ്. ഓക്കെ, പക്ഷെ റോഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മരങ്ങൾ വെട്ടുക, കുന്നുകൾ ഇടിച്ചിടുക, ഇങ്ങനത്തെ പരിപാടിയെല്ലാം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ വളരെയധികം ഇഷ്യൂ വന്നിട്ടുണ്ട്. കേരളം എന്ന് പറയുന്നത് ഒരു പരിസ്ഥിതി ലോലമായിട്ടുള്ള സ്ഥലമാണ്. പരിസ്ഥിതി ലോലമായിട്ടുള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോലനാണ്, ലോലൻ എന്ന് വെച്ചാൽ എന്താ, എന്തെങ്കിലും ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ കരയും, അവനല്ല ലോലൻ എന്ന് പറയുക. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടായാൽ എന്ത് ചെയ്യും, അപ്പ റിയാക്ട് ചെയ്യും. അതുപോലെ കേരളത്തിലെ എവിടെയോ എന്തോ ഒരു സ്ഥലത്ത് പരിസ്ഥിതിയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ, ക്ലൈമറ്റിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നതായിരിക്കും, ആകെ പ്രോബ്ലം വരുന്നതായിരിക്കും. ഓക്കെ, എങ്കിൽ ഓക്കെ എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളം ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇത് ആദ്യമായിട്ടാണ് സാർ ചെയ്യുന്നത്? അല്ല, സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഓഫ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ രണ്ടാമത്തെയാണ്, 2.0. ഓക്കെ, ഫോർ എക്സാമ്പിൾ രജനികാന്ത് ഒരു മൂവി ഇല്ലേ, എന്താ എന്താ പറയാ, എന്ത് റോബോട്ട് 2.0. അപ്പൊ 2.0 എന്ന് പറഞ്ഞാൽ അപ്ഗ്രേഡഡ് വേർഷൻ ആയിരിക്കുമല്ലോ. നേരത്തെ കേരളത്തിന് എന്താ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ആക്ഷൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ആക്ഷൻ പ്ലാനിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്രയൊന്നും കാര്യങ്ങൾ നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്ത് വന്നു, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വന്നു. അതിനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് എന്തായി മാറി. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ചുറ്റും നോക്കി എന്താവും, ക്ലൈമറ്റിൽ എന്തോന്നുണ്ടാവും, ചേഞ്ച് വന്നിട്ടുണ്ടാവും. എങ്കിൽ നമ്മൾ കൊണ്ടുവന്ന പ്ലാനിന്റെ പേരാണ് സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് 2.0. അത് പറയുന്നതിന് പകരം നമ്മൾ 2024 CRKA എന്ന് പറഞ്ഞു. CRKA എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് റെസിലിയന്റ് കേരള ഇനിഷ്യേറ്റീവ്. അപ്പൊ കേരളത്തിന് എങ്ങനെ മാറുന്ന ക്ലൈമറ്റിനനുസരിച്ച്, നമ്മുടെ ചുറ്റുപാടും ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് എങ്ങനെ എന്ത് ചെയ്യാം, എങ്ങനെ നമ്മൾ അത് ഇനീഷ്യേറ്റീവ് എടുക്കാം, എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോയി. ഓക്കെ അല്ലെ? അതിന്റെ കൂടെ നമ്മൾ കൊണ്ടുവന്ന പരിപാടിയുടെ പേരാണ് കേര, KERA. സാർ ഇതൊരു എന്താ വെളിച്ചെണ്ണയുടെ പേരാണ്. ഓക്കെ, ഏകദേശം അതേപോലെ KERA, കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ. അവിടെ എഴുതിയിരിക്കുന്ന വാക്കാണ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. എന്താണ് സാർ അഗ്രികൾച്ചർ കോൺട്രിബ്യൂട്ട് ചെയ്യുക? അതിൽ നിന്നും മീഥേനും നൈട്രസ് ഓക്സൈഡും ഉണ്ടായിരിക്കും. എങ്കിൽ അഗ്രി വാല്യൂ ചെയിൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ക്ലൈമറ്റിനനുസരിച്ച് മാറ്റി അതിനനുസരിച്ച് പരിഷ്കരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കേരളത്തിലെ ക്ലൈമറ്റ് സിറ്റുവേഷനെ കൺട്രോൾ നിർത്താൻ വേണ്ടി പറ്റുക. ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടിയുടെ പേരാണ് CRKI, ക്ലൈമറ്റ് റെസിലിയന്റ് കേരള ഇനീഷ്യേറ്റീവ്. അതിന്റെ കൂടെ നമ്മൾ എന്താ പറയാ കൊണ്ടുവന്നിട്ടുള്ള അടുത്തൊരു പ്രോഗ്രാമിന്റെ പേരാണ് KERA, കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായി ചെയ്യുന്നത്. ഒന്ന്, ക്ലൈമറ്റിനനുസരിച്ച് എന്ത് ചെയ്യും, കേരളത്തെ എങ്ങനെ ഇനി വരാൻ പോകുന്ന ക്ലൈമറ്റ് ചേഞ്ചിന് എന്ത് ചെയ്യാം, നമ്മൾ പരിഷ്കരിക്കാം എന്ന് നമ്മൾ നോക്കുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്താണ്, ആക്ച്വലി അഗ്രി വാല്യൂ ചെയിൻ, കൃഷിയിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ച് നമ്മൾ എന്തായിരിക്കും നോക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ക്ലൈമറ്റ് റെസിലിയന്റ് കേരള ഇനീഷ്യേറ്റീവിൽ വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോ ഇതില് CRKA എന്ന് വെച്ചാൽ ക്ലൈമറ്റ് റെസിലിയന്റ് കേരള ഇനീഷ്യേറ്റീവ്. ഇത് 2024 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇത്രയും വലിയ പരിപാടി ചെയ്യാനുള്ള ഒരു പൈസ ഇല്ലാത്ത കാരണം നമ്മൾ രണ്ട് ബാങ്ക് സഹായിക്കുന്നുണ്ട്. ഒരു ബാങ്കിന്റെ പേര് വേൾഡ് ബാങ്ക്, ഒരു ബാങ്കിന്റെ പേര് AIIB. എന്താണ് സാർ ഈ AIIB എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്നാണ് അതിനെ പറയാ. അപ്പൊ രണ്ട് ബാങ്ക് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ടാവും, വേൾഡ് ബാങ്ക് മാത്രം സഹായിക്കും. നമ്മൾ പഠിച്ചത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് വേൾഡ് ബാങ്ക് മാത്രമല്ല, എന്തുണ്ട്, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഇത്രയും കാര്യം ഒക്കെ അല്ലേ? അതെ. ഈ ഇനീഷ്യേറ്റീവിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്ച്വലി ഒരു ലോങ് ടേം ആയിട്ടുള്ള സയന്റിഫിക് സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, പോസ് ചെയ്യുന്നു. അതായത് എങ്ങനെയാണ് ഒരുപാട് കാലത്തേക്ക് ക്ലൈമറ്റിൽ മാറ്റം ഉണ്ടാവുക, ഒരു ദിവസം രാവിലെ അല്ലല്ലോ. അതായത് ഒരുപാട് കാലത്ത് കൊണ്ടുള്ള ഇഫക്റ്റ് കൊണ്ടല്ലേ ക്ലൈമറ്റിൽ മാറ്റം ഉണ്ടാവുക. നമ്മൾ പ്ലാസ്റ്റിക് ഒരുപാട് കാലം യൂസ് ചെയ്ത് എല്ലാം മണ്ണ് കേടുവരിക. ഇന്ന് പ്ലാസ്റ്റിക് യൂസ് ചെയ്ത് നാളെ മണ്ണ് കേടുവരില്ലല്ലോ. അതേപോലെ ഇന്ന് നമ്മൾ വാഹനങ്ങളുടെ പുക വിടുന്നതുകൊണ്ടും അതിൽ കാർബൺ മോണോക്സൈഡ് വരുന്നതുകൊണ്ടും കൂടുതൽ ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടും ഒക്കെ ഒരു ദിവസം ഇന്ന് തുടങ്ങിയിട്ട് അടുത്ത ആഴ്ച ക്ലൈമറ്റിൽ മാറ്റം ഉണ്ടാവില്ലല്ലോ. ഇതിന്റെ എല്ലാം എഫക്റ്റ് ആയിട്ട് വേറെ കുറെ വർഷത്തിന് ശേഷം മാറ്റം ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഒരു 10-40 വർഷമായി നമ്മൾ ചെയ്യുന്നതിന്റെ
ഇഫക്റ്റ് നമുക്ക് ഇന്ന് എന്ത് ചെയ്യുന്നു, കാണുന്നു, അങ്ങനെയല്ലേ ഉണ്ടാവുക. എങ്കിൽ ഇനീഷ്യേറ്റീവ് എന്തായിരിക്കണം, ലോങ് ടേം ആയിരിക്കണം. ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, നാളെ അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. ഇത് ഒരുപാട് കാലത്തേക്ക് പോകേണ്ട ഒരു പ്രോഗ്രാമാണ്. എങ്കിൽ ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡീസെൻട്രലൈസ് പ്ലാനിങ്ങിലൂടെയാണ്. ഡീസെൻട്രലൈസ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. എന്താണ് സർ 6 എണ്ണം? പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് 3 എണ്ണം. പഞ്ചായത്തിൽ ഏതൊക്കെയാണ് 3 എണ്ണം? ഒന്ന് ഗ്രാമപഞ്ചായത്ത്, ഒന്ന് ബ്ലോക്ക് പഞ്ചായത്ത്, ഒന്ന് ജില്ലാ പഞ്ചായത്ത്. ഓക്കെ, അപ്പോ അത് 3 എണ്ണം കിട്ടിയില്ലേ. ഇനി നഗരത്തില് 3 എണ്ണം. ഒന്നിന്റെ പേര് മുനിസിപ്പാലിറ്റി, ഒന്നിന്റെ പേര് കോർപ്പറേഷൻ, ഒന്നിന്റെ പേര് കണ്ടോൺമെന്റ്. ഒരേ ഒരു കണ്ടോൺമെന്റ് നമുക്കുള്ളൂ. ആ കണ്ടോൺമെന്റ് പേരാണെന്ത്? കണ്ണൂർ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ 6 വിഭാഗങ്ങളെയും കൂട്ടി നമ്മൾ വിളിക്കുന്ന പേരാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. നമ്മുടെ എല്ലാ പ്ലാനിങ്ങും നമ്മൾ ചെയ്യുക ഡീസെൻട്രലൈസ് പ്ലാനിങ് ആയിരിക്കും. ഒന്ന് കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് എന്ത്? കേരളം. ലോക്കൽ സെൽഫ് ഗവൺമെന്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ പ്രോഗ്രാംസും മിക്കവാറും എല്ലാം ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുക. ഓക്കെ അല്ലെ? എങ്കിൽ ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡീസെൻട്രലൈസ് പ്ലാനിങ്ങിലൂടെയാണ്. എന്റെ മക്കളെ, നമ്മുടെ നാട്ടില് പ്ലാസ്റ്റിക് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അല്ലെങ്കിൽ ഓരോ സ്ഥാപനങ്ങളിലും പുക പരിശോധന നടത്തണം. അല്ലെങ്കിൽ ആ സ്ഥലത്തെ ജലാശയങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പരിഷ്കരിക്കണം. അവിടെ കൃഷി നമ്മൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് അവിടെ തിരുവനന്തപുരത്ത് നിന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ലല്ലോ. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ലല്ലോ. ഏറ്റവും ബെസ്റ്റ് ഡീസെൻട്രലൈസ് പ്ലാനിംഗ് ആണ്. നമ്മൾ എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യും? ഡീസെൻട്രലൈസ് പ്ലാനിങ്ങിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറൽ ബേസ്ഡ് സൊല്യൂഷൻസ് ആണ് നടത്തുക. നാച്ചുറൽ ബേസ്ഡ് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട സൊല്യൂഷൻസ് ആണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി പോണത്. അല്ലാതെ നമ്മൾ എന്താ പറയാ, മോഡേൺ ആയിട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ ചെയ്യില്ല. സോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാമോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡൽഹിയിൽ മഴയില്ലാന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ കൃത്രിമ മഴ പെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ അവിടെ ചെയ്യുന്നതായിരിക്കും. അവിടെ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഓക്കെ, അവിടുത്തെ ക്ലൈമറ്റിനെ മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ ഇതിലുള്ള ശ്രമങ്ങൾ. കേരളം ചെയ്യാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതല്ല, പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ശ്രമങ്ങളാണ്. ഇത് ഇഫക്റ്റ് വരാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ ഇഫക്റ്റ് വന്ന എന്തായിരിക്കും? ഒരുപാട് കാലത്തേക്ക് നിലനിർത്തുന്ന സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. എങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഡിസാസ്റ്ററിനെ, ഡിസാസ്റ്റർ നമുക്ക് ഒരുപാട് കണ്ടിപ്പോ പരിചിതമാണല്ലോ. നിങ്ങൾ ഈ കാണുന്നവരെല്ലാം ജെൻസീസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തായിരിക്കും ഡിസാസ്റ്റേഴ്സ് ഒരുപാട് കണ്ട് നിങ്ങൾ പരിചയമുള്ളവരുടെ. അല്ല നിങ്ങൾ മിലേനിയൻസ് ആണെങ്കിലും പണ്ടുണ്ടായ സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ഉള്ളത്. അപ്പൊ നമ്മൾ ഈ ഡിസാസ്റ്റർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ട സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യും? ചെയ്യുന്നതായിരിക്കും. എന്താണ് സർ പ്രകൃതിയുമായി ബന്ധപ്പെട്ട സൊല്യൂഷൻ? സിമ്പിൾ ഒറ്റ വാക്കാണ്. അതിന്റെ പേരാണ് വാട്ടർ ഷെഡ്. എന്ന് വെച്ചാൽ തണ്ണീർത്തടങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, തണ്ണീർത്തടം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് തണ്ണീർത്തടമാണ് സുന്ദർബൻ. അത് ബംഗാളിലാണ് ഉള്ളത്. സുനാമി വന്നാൽ പോലും എന്ത് ചെയ്യാൻ പറ്റും? ആ ബംഗാളിലുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തണ്ണീർത്തടം എന്ത് ചെയ്യും? വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പൊ തണ്ണീർത്തടം പ്രകൃതി നമുക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുള്ള ആക്ച്വലി ഒരു സൊല്യൂഷൻ ആണ്. എന്തിന്? ക്ലൈമറ്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി നമുക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് തണ്ണീർത്തടം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷനെ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. ഉള്ളതിനെ സംരക്ഷിക്കുക. തണ്ണീർത്തടങ്ങൾ പുതുതായിട്ട് എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി. അതിനുവേണ്ടി നമ്മൾ വൾണറബിലിറ്റി ഇൻഡെക്സ് ഉണ്ടാക്കും. വൾണറബിലിറ്റി ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ പ്രശ്നം ഡിസാസ്റ്റർ വരാനുള്ള സ്ഥലം എവിടെയായിരിക്കും? ഒന്ന് ഇടുക്കി അല്ലെങ്കിൽ വയനാട് ആയിരിക്കും. എപ്പോ വേണമെങ്കിൽ ഉരുൾപൊട്ടാം. പിന്നെ അതേപോലെ വരാം? എറണാകുളത്ത് വരാം, തിരുവനന്തപുരത്ത് വരാം. മഴ പെയ്ത ഉടനെ വരാം? അവിടെ മൊത്തം പ്രളയം വരാം, ആകെ ഇഷ്യൂ വരാം. അപ്പൊ കൂടുതൽ മഴ വിസ്ഫോടനം എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഗുണം ചെയ്തു, മഴ പെയ്തു. അങ്ങനെയെങ്കിൽ ഇഷ്യൂ വരാവുന്ന സ്ഥലങ്ങളായിരിക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ജില്ലയിൽ ഡിസാസ്റ്റർ സാധ്യത കൂടുതലാണോ കുറവാണോ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം. ഓക്കെ, അത് സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ആലോചിക്കുക. നിങ്ങൾ ഏത് ജില്ലയിലാണോ അവിടെ ഡിസാസ്റ്റർ കുറവാണോ കൂടുതലാണോ എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, എങ്കിൽ ഇപ്പൊ ഞാൻ പാലക്കാടാണ്. അപ്പൊ പാലക്കാട് ആകുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ചൂടായിരിക്കും. ഇപ്പൊ തന്നെ ഇവിടെ ചൂട് വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അറൌണ്ട് ഫെബ്രുവരിയിലുള്ള. ഓക്കെ, അപ്പൊ മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ ആയി കഴിഞ്ഞാൽ ചൂട് എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. പുറത്തിറങ്ങാൻ എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ ജില്ലകളെ ഡിസ്ട്രിക്ട് ലെവലാണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. ഓരോ ജില്ലകളെ എന്ത് ചെയ്യും? എന്താണ് വൾണറബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അതിനുവേണ്ടി ക്ലൈമറ്റ് വൾണറബിലിറ്റി ഇൻഡെക്സ് ഉണ്ടാക്കും. ഇല്ലെങ്കിലേ അത്യാവശ്യം ഇൻഡെക്സ് നമുക്ക് പഠിക്കാറുണ്ട്.
നീതിയായ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലൈമറ്റ് വളറബിലിറ്റി ഇൻഡെക്സ് ഉണ്ടാക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ ക്ലൈമറ്റ് വളറബിൾ ആയിട്ട് ജില്ല, ഓക്കെ, വയനാട്, തൊട്ടു താഴെ ഇടുക്കി, തൊട്ടു താഴെ ഓക്കെ എറണാകുളം എന്ന് പറഞ്ഞത് എന്ത് ചെയ്യും, ഉണ്ടാക്കുന്നതായിരിക്കും. എന്നിട്ട് വയനാട്ടിലുള്ള പ്രശ്നമായിരിക്കില്ല തിരുവനന്തപുരത്തിന് ഉണ്ടാവുക, തിരുവനന്തപുരത്തുള്ള പ്രശ്നമായിരിക്കില്ല പാലക്കാട് ഉണ്ടാവുക. എന്താണ് അവർക്ക് വേണ്ട ഡിസാസ്റ്റർ എന്ന് ഉണ്ടാക്കും, അത് ജില്ലാ ലെവലിലാണ് പ്ലാൻ ചെയ്യുക. എന്നിട്ട് ആ സ്ഥലങ്ങളിൽ പ്രകൃതിക്ക് അനുകൂലമായി എങ്ങനെ സൊല്യൂഷൻ ചെയ്യാം. ഇപ്പൊ പാലക്കാട് ചൂട് കൂടുതലാണ്, അപ്പൊ മരങ്ങൾ എന്ത് ചെയ്യണം, കൂടുതലായി നട്ടുപിടിപ്പിക്കണം. ജലാശയങ്ങൾ കൂടുതലായിട്ട് ആവശ്യമുണ്ട്. ഇവിടെ തണ്ണീർത്തടങ്ങൾ മാത്രമല്ല മറ്റ് ജലാശയം കൂടി എന്തുണ്ട്, ആവശ്യമുണ്ട്. എങ്കിൽ ആ ജലാശയങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് എന്ത് ചെയ്യുന്നതായിരിക്കും, നോക്കുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഈ ക്ലൈമറ്റ് റെസിഡന്റ് കേരള ഇനിഷ്യേറ്റീവ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് ഒരു ദിവസം രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ എൻഡ് ചെയ്തൊരു പരിപാടിയല്ല. ഇതൊരു ലോങ് ടേം പ്രോഗ്രാം ആണ്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ, വാട്ടർ ഷെഡ് ബേസ്ഡ് ഡെവലപ്മെന്റ് ആണ്, പ്രകൃതിക്ക് അനുസരിച്ചുള്ള സൊല്യൂഷൻ ആണ്. ഓക്കെ, ഡിസാസ്റ്റർ പ്രോൺ സോൺസിനെ കണ്ടുപിടിക്കുന്നു, അവിടെ എന്ത് ചെയ്യുന്നു, ഈ സൊല്യൂഷൻ കൊണ്ടുവരുന്നു. ഇത്രയും കാര്യം ഓക്കെയാണോ? അതെ. എങ്കിൽ എന്താണ് കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ, കേര പ്രൊജക്ട് നോക്കാം. 2 പ്രൊജക്ട് ഉണ്ടായിരുന്നില്ലേ? ഒരു പ്രൊജക്ട് എന്തായിരുന്നു, ഈ ക്ലൈമറ്റ് റെസിലിയന്റ് പരിപാടിയായിരുന്നു. ഒരു പ്രൊജക്ട് എന്തായിരുന്നു, ഈ കേര പ്രൊജക്ട് ആയിരുന്നു. ഈ കേര പ്രൊജക്ടിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് വേൾഡ് ബാങ്ക്. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ ഈ പ്രൊജക്ട് ആയിട്ടുള്ള ഇപ്പൊ നമ്മുടെ CRKIനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വേൾഡ് ബാങ്കും AIIB ചേർന്നിട്ടാണ്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ചേർന്നിട്ടാണ്. ഓക്കെ അല്ലെ? പക്ഷെ ഇവിടെ വേൾഡ് ബാങ്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ കേര പ്രൊജക്ടിൽ എന്താ വേൾഡ് ബാങ്കിന്റെ സപ്പോർട്ടിലൂടെയാണ് ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എവിടെയാണ് ചെയ്യുന്നത്, അഗ്രികൾച്ചർ സെക്ടറിലാണ് ചെയ്യുന്നത്. എങ്ങനെയുള്ള ഫാർമറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ വൻകിട ഫാമേഴ്സ് എന്ത് ചെയ്യുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. സാധാരണ ചെറുകിട ഫാമേഴ്സിനെ എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അഗ്രികൾച്ചറിനെ നമ്മൾ ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ ആക്കിയിട്ട് മാറ്റുന്നു. അതിനുവേണ്ടി എന്താ ചെയ്യുന്നത്, ലോ എമിഷൻ റൈസ് കൾട്ടിവേഷൻ നടത്തണം. അപ്പൊ ആദ്യമായിട്ടുള്ള വാക്കാണ് ലോ എമിഷൻ. എന്താണ് ലോ എമിഷൻ നമുക്ക് നോക്കാം. 2 പ്രധാനപ്പെട്ട വാതകങ്ങൾ എന്താ അഗ്രികൾച്ചറിലൂടെ ഉണ്ടാവുന്നതായിരിക്കും, അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറിയിലൂടെ ഉണ്ടാവുന്നതായിരിക്കും. ഒന്നിന്റെ പേര് മീഥേൻ, ഒന്നിന്റെ പേര് നൈട്രസ് ഓക്സൈഡ്. ഓക്കെ, ഈ 2 വാതകങ്ങളും ഹരിതഗൃഹ വാതകങ്ങൾ എന്നാണ് വിളിക്കുക, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നാണ് വിളിക്കുക. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. എങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ അവർക്ക് അരിയല്ല, ഓക്കെ, വിത്ത് കൊടുക്കുമ്പോൾ, റൈസ് കൾട്ടിവേഷന് വേണ്ടി വിത്ത് കൊടുക്കുമ്പോൾ അത് എങ്ങനെയുള്ള വിത്തായിരിക്കും, ലോ എമിഷൻ റൈസ് കൾട്ടിവേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതിലൂടെ നമ്മൾ അഗ്രോ ഇക്കോളജിക്കൽ സോൺസിനെ ഡിവൈഡ് ചെയ്യും. വൾണറബിൾ ആയിട്ടുള്ളത്, ഇപ്പൊ വൾണറബിൾ ആയിട്ടുള്ള സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടി വൾണറബിലിറ്റി ഇൻഡെക്സ് ഇല്ലേ. അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ, എന്റെ ഫേവറേറ്റ് എക്സാമ്പിൾ എപ്പോഴും വയനാടാണ്, കാരണം ഇഷ്യൂ വന്നിരിക്കുന്ന സ്ഥലമാണല്ലോ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ആ വയനാട്ടില് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ വൾണറബിൾ അഗ്രോ ഇക്കോളജിക്കൽ സോൺസ് നമ്മൾ നോക്കും. ഓക്കെ, അവിടെ എന്താണോ കൾട്ടിവേറ്റ് ചെയ്യുന്നത്, വയനാട്ടിൽ റൈസ് ആണോ കൾട്ടിവേറ്റ് കൂടുതലായിട്ട്, അല്ല, അവിടെ കൂടുതലായിട്ട് മറ്റ് സാധനങ്ങളൊക്കെയാണ് കൾട്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ കപ്പ ഫോർ എക്സാമ്പിൾ, എന്താ റബ്ബർ, പിന്നെന്താ മലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇങ്ങനെ സാധനം എന്ത് ചെയ്യും, കൾട്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്ത് കൾട്ടിവേറ്റ് ചെയ്യുന്നതാണെങ്കിലും ഓക്കെ, അവിടെ എന്താണ് ഒരു ലോ എമിഷൻ ആയിട്ടുള്ള ഒരു കൾട്ടിവേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2 ഗ്യാസ് നമുക്ക് എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഏതൊക്കെ ഗ്യാസാ, ഒന്നിന്റെ പേര് മീഥേൻ, ഒന്നിന്റെ പേര് എന്താ, നൈട്രസ് ഓക്സൈഡ്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ആദ്യം പോയി ചേർന്നതായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, വൾണറബിൾ അഗ്രോ ഇക്കോളജിക്കൽ സോൺസ് നമ്മൾ കണ്ടുപിടിക്കുന്നതായിരിക്കും. എന്നിട്ട് അവിടെ ലോ എമിഷൻ റൈസ് കൾട്ടിവേഷൻ ആദ്യം പ്രൊമോട്ട് ചെയ്യും. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൾട്ടിവേഷൻ നടക്കുന്ന 2 സാധനങ്ങളുള്ളത്, ഒന്ന് തെങ്ങ്, ഒന്ന് എന്താ, നെല്ല്. കറക്റ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, നെല്ലിൽ ചെയ്യാം. എന്നിട്ട് നമുക്ക് തെങ്ങിലേക്കൊക്കെ എന്ത് ചെയ്യാം, പിന്നെ ആലോചിക്കാം. ഓക്കെ, അടുത്താണ് വാല്യൂ അഡിഷൻ. FPO എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. FPO എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ. ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഈ അരിനെ വാങ്ങാൻ ആള് വേണ്ടേ? ഓൾറെഡി അത് വാങ്ങാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, FPO ഓൾറെഡി ഉണ്ട്. ഈ FPOനെ പരിഷ്കരിച്ചതിന് ശേഷം അഗ്രി ബിസിനസ് സെന്റർ, അഗ്രി പാർക്ക്, ഇതെല്ലാം എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. സാർ ഈ പറഞ്ഞു മനസ്സിലായില്ല, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അതായത് ഈ പുതിയ രീതിയിലുള്ള റൈസ് കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്,
ഈ റൈസ് കൾട്ടിവേഷന് കുറച്ചുകൂടി ചെലവ് കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അരിയുടെ വില എന്തായിരിക്കും? കുറച്ചുകൂടി കൂടാനുള്ള സാധ്യതയുണ്ട്. അരി വില കൂടിയാൽ ഗവൺമെന്റ് തന്നെ വീഴാനുള്ള സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ ഈ അരി കൾട്ടിവേറ്റ് ചെയ്തിട്ട് അത് വിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഫാർമേഴ്സിനെ ഹെൽപ്പ് ചെയ്യണം, വേണ്ടേ? ഇനി രണ്ട്, അരി വില കൂട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യും? ഇഷ്യൂ ഉണ്ടാക്കും. എങ്കിൽ അവർക്ക് സബ്സിഡി കൊടുക്കണം. സബ്സിഡി എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് പൈസ കുറച്ചിട്ട് ആ അരിയുടെ വില കുറച്ചുകൂടി കുറവായിരിക്കണം വേണ്ടത്. അല്ലെങ്കിൽ നോർമൽ അരിയുടെ വില പോലെ തന്നെ വേണം, എന്നാലല്ലേ ആളുകൾ വാങ്ങുള്ളൂ. അതെ, ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് FPOനെ എന്ത് ചെയ്യണം? ഇംപ്ലിമെന്റ് ചെയ്യണം. ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ. അപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാവരും, ഉണ്ടാക്കുന്ന, കൃഷി ചെയ്യുന്ന എല്ലാവരും കൂടി ഒരുമിച്ച് വന്നതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, നമുക്കത് വിൽക്കണ്ടേ? വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഗ്രി ബിസിനസ് സെന്റേഴ്സ് ഉണ്ടാക്കണം, അഗ്രി പാർക്സ് ഉണ്ടാക്കണം. ഓക്കെ, അവർക്ക് മാർക്കറ്റ് ആക്സസ് കൊടുക്കണം. ഇതെല്ലാം ചെയ്താലല്ലേ കർഷകർ ഇങ്ങനെ കൃഷി ചെയ്യുള്ളൂ. അല്ലെങ്കിൽ കർഷകർക്ക് ഇങ്ങനെ കൃഷി ചെയ്യേണ്ട ആവശ്യം എന്താ? ഓൾറെഡി കൃഷിക്കാരെന്താ ആകെ അടപടലം പ്രശ്നത്തിലാണ്. അതിന്റെ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ? അപ്പൊ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ലോക്കൽ എക്കണോമിക് ഡെവലപ്മെന്റ് നടത്തുന്നു. ലോക്കൽ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ ചെയ്യുന്നത്? ആ ലൊക്കാലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെന്റ്. അപ്പൊ എന്റെ ചോദ്യം, ലൊക്കാലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെന്റ് അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് ഫോൺ ചെയ്താൽ നടക്കുമോ, അതോ അവിടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നടക്കുക? ഓബിയസ്ലി അവിടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. എങ്കിൽ നമ്മൾ ഈ പ്രോജക്ട്സ് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുസരിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും കാര്യമൊക്കെ അല്ലേ? അതെ. അടുത്തതാണ് ട്രീ ക്രോപ്പ് റിജുനവേഷൻ. ട്രീ ക്രോപ്പ് റെജുനേഷൻ വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ നെല്ല് മാത്രം ചെയ്തുകൊണ്ട് എങ്ങനെയാന്നുള്ളത്. ഓക്കെ, പക്ഷെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, നിങ്ങളുടെ മൈൻഡ് വോയിസ് എനിക്ക് ഇവിടെ കേട്ട്. അങ്ങനെയാണെങ്കിൽ ട്രീ ക്രോപ്പ് റെജുനേഷൻ പ്രകാരം കോഫി, കാർഡമൻ ആൻഡ് റബ്ബർ. ഇപ്പൊ ഒരു ഇത് ഓക്കെ ആയില്ലേ? ഓക്കെ, അപ്പൊ കാപ്പി ഉണ്ടാക്കുന്നത്, കാർഡമം ഉണ്ടാക്കുന്നത്, റബ്ബർ ഉണ്ടാക്കുന്നത്, ഇതിനൊക്കെ എന്തായിരിക്കും? ഒരു ക്ലൈമറ്റ് റെസിലിയന്റ് വെറൈറ്റി ക്രോപ്പ് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ഓ ഫൈൻ. ഓക്കെ, CRKAയ്ക്കും KERAയ്ക്കും കൂടാതെ നമ്മൾ വേറെ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലൈമറ്റ് പ്രോഗ്രാംസ് എന്താ പറയാ, ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ അനൗൺസ് ചെയ്ത ഒരു പ്രോഗ്രാമിന്റെ പേരാണ് മാലിന്യമുക്ത നവകേരളം ആൻഡ് ഗ്രീൻ ടൂറിസം. ഓക്കെ, എന്താണ് ഈ മാലിന്യമുക്ത നവകേരളം? അത് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു കുടുംബശ്രീയുടെ നമ്മുടെ എന്താ പറയാ ഹരിതകർമ്മ സേന എന്ന് പറഞ്ഞിട്ട് ഒരാളുകൾ വരുന്നില്ലേ? ഒക്കെ ഒരു പച്ച ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാ മാസവും എന്താ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പരിപാടിയുടെ പേരാണ് മാലിന്യമുക്ത നവകേരളം. ഇനി അവർ കളക്ട് ചെയ്യുന്ന ആ സാധനം അവർ എന്താ ചെയ്യുക? എന്തെങ്കിലും ചെയ്യണ്ടേ? അത് കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു ഇതോട്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ? സാർ പറഞ്ഞ് മനസ്സിലായില്ല? എന്റെ മക്കളെ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് സാധനം എടുത്തുകൊണ്ട് പോയിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അത് ഇടുക എന്നുള്ളതല്ലോ മാലിന്യമുക്ത നവകേരളം. ആ പ്ലാസ്റ്റിക്കിനെ എങ്ങനെ റീസൈക്കിൾ ചെയ്യാം? ഈവൻ നമ്മൾ എന്താ റോഡ് ക്രിയേറ്റ് ചെയ്യാൻ വരെ എന്ത് ചെയ്യുന്നുണ്ട്? ആ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മാലിന്യമുക്ത നവകേരളം, ഗ്രീൻ ടൂറിസം. ടൂറിസം സമയത്ത് നമ്മൾ എന്തായിരിക്കണം? എല്ലാം പച്ചയായിരിക്കണം. പച്ച എന്ന് വെച്ചാൽ എന്താ? അവിടെ എല്ലാം പ്ലാസ്റ്റിക് രഹിത മുക്തമായിരിക്കണം. അവിടെയെല്ലാം പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലായിരിക്കണം വരേണ്ടത്. സാർ, ഇത് ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ എന്താ വ്യത്യാസം? എന്റെ മക്കളെ, പ്രകൃതി നശിച്ചു പോയാലല്ലേ ക്ലൈമറ്റ് ചേഞ്ചിൽ വ്യത്യാസം ഉണ്ടാവുക. അപ്പൊ പ്രകൃതിയെ സംരക്ഷിക്കണമെങ്കിൽ നമ്മളൊരു പ്ലാസ്റ്റിക് നിരോധിക്കുന്ന പോലെ എന്താ? പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ? എങ്ങനെ അതിലെന്ത് ചെയ്യും? ക്ലൈമറ്റ് ആക്ഷനിൽ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. മക്കളെ, പ്രകൃതി ക്ലൈമറ്റ് ഇത് രണ്ടും എന്താണ്? ഇങ്ങനെ ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ്, അല്ലാതെ സെപ്പറേറ്റ് അല്ല. നമ്മൾ പ്രകൃതിയെ സംരക്ഷിച്ചാൽ ക്ലൈമറ്റ് എന്ത് ചെയ്യും? നമുക്ക് അനുകൂലമായി നിൽക്കും. നമ്മൾ പ്രകൃതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ ക്ലൈമറ്റ് എന്ത് ചെയ്യും? നമുക്ക് അനുകൂലമായി നിൽക്കില്ല. പ്രകൃതിക്ക് ദേഷ്യം വന്നാൽ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നതായിരിക്കും? പ്രശ്നം വരുന്നതായിരിക്കും. ഓക്കെ, എങ്കിൽ ഇതിനു വേണ്ടിയിട്ട് 68 പുതിയ ടൂറിസ്റ്റ് സെന്റർ ഉണ്ടാക്കാൻ വേണ്ടി ഗ്രീൻ ടൂറിസം ഡെസ്റ്റിനേഷൻസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 68 എണ്ണം. നവംബർ 1, 2024 ഈ പരിപാടി എത്തിയിരിക്കുന്നത്, അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ സ്ഥലങ്ങളിൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഇക്കോ ഫ്രണ്ട്ലി പ്രാക്ടീസ് ഉണ്ടാവും. അതായത് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റുപാടും വേസ്റ്റ് ഒന്നും കാണില്ല. ഓക്കെ, ഇനി നിങ്ങളുടെ കയ്യിൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇടാൻ വേണ്ടി പ്രത്യേകമായ സ്ഥലങ്ങൾ ഉണ്ടാവും. അതിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ലിക്വിഡ് വേസ്റ്റ്, സോളിഡ് വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവിടെയെല്ലാം പ്രകൃതിക്ക് അനുസരിച്ച് ഡെവലപ്മെന്റ് നടത്തുള്ളൂ. ഓക്കെ, പ്രകൃതിക്ക് അനുസരിച്ചുള്ള ഡെവലപ്മെന്റ് നടത്തില്ലെങ്കിൽ അത് എന്ത് ചെയ്യും? ഇടിച്ചു പൊളിക്കാനുള്ള സിറ്റുവേഷൻ ചെയ്യും. ഇപ്പൊ പുതിയ ഏതൊരു ഫ്ലാറ്റ് ഇടിച്ചു പൊളിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഓൾറെഡി മരടിലോ ഫ്ലാറ്റ് എന്ത് ചെയ്തു? ഇടിച്ചു പൊളിച്ച് അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വന്നില്ലേ? ഓക്കെ, എങ്കിൽ വേറെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ഇനീഷ്യേറ്റീവ്? ഒന്നിന്റെ പേരാണ് റിന്യൂവബിൾ എനർജി ടാർഗറ്റ്. ഇത് KSEBL, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ് ചെയ്യുന്നത്. അതായത് 2040 ആകുമ്പോഴേക്ക് 100% റിന്യൂവബിൾ എനർജിയിലാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക.
അപ്പൊ എന്താണ് ഈ റിന്യൂവബിൾ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുനരുപയോഗിക്കാൻ കഴിയുന്ന എനർജി, കാറ്റുന്നുള്ള എനർജി, അതേപോലെ സോളാർ എനർജി, ഇങ്ങനെ പുനരുപയോഗിക്കാൻ കഴിയുന്ന എനർജിയിലൂടെ നമ്മൾ എന്ത് ചെയ്യും, 100% 2040 ആവുമ്പോഴേക്ക് എനർജി നമുക്ക് കിട്ടുന്ന ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. അപ്പൊ താപവൈദ്യുതി അങ്ങനെയുള്ള പരിപാടി നമ്മൾ എന്ത് ചെയ്യും, ഒഴിവാക്കും. 2050 ആകുമ്പോഴേക്ക് എനർജി എഫിഷ്യൻസി എന്താവും, കാർബൺ ന്യൂട്രൽ ആവും. എന്താണ് ഈ കാർബൺ ന്യൂട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ വാഹനങ്ങളുടെ പുക, എനർജി ഉണ്ടാക്കുന്നത്, ഇത് മുഴുവൻ എന്ത് ചെയ്യും, കാർബൺ എമിഷന് കാരണമാവാനുള്ള സാധനമുണ്ട്. ഇത് നമ്മുടെ ചുറ്റുപാടുള്ള ക്ലൈമറ്റിൽ എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അവിടെ എന്ത് വരും, അവിടെ ഇഷ്യൂസ് വരുന്നതായിരിക്കും. എങ്കിൽ കാർബൺ എമിറ്റ് ചെയ്തിരിക്കാൻ നമുക്ക് പറ്റില്ല. അതെന്താ കാർബൺ എമിറ്റ് ചെയ്തിരിക്കാൻ പറ്റാത്തത്? എന്റെ മക്കളെ, എന്തെങ്കിലുമൊക്കെ ബിസിനസ് നടത്തണ്ടേ, ഒരു ഫാക്ടറി നടത്തണ്ടേ, എങ്കിൽ എത്ര എമിറ്റ് ചെയ്തോ അത്രയും എന്ത് ചെയ്യാന്ന് വലിച്ചെടുക്കുക. ആരെ വലിച്ചെടുക്കുക? ചെടികൾ, മരങ്ങൾ ഒക്കെ. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യുക, ഫൈറ്റോ പ്ലാങ്ടൺസ്, അതൊക്കെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ കാർബൺ ന്യൂട്രൽ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിന്റെ പേരാണ് കാർബൺ ന്യൂട്രൽ. കാർബൺ ന്യൂട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡോ കാർബൺ മോണോക്സൈഡോ എമിറ്റ് ചെയ്യില്ല എന്നല്ല. കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും എന്ത് ചെയ്യും, എത്ര എമിറ്റ് ചെയ്യുന്നോ അത്രയും നമ്മൾ എന്ത് ചെയ്യും, പിടിച്ചെടുക്കാൻ വേണ്ടി നോക്കും. അത് ഏത് വർഷം കിട്ടും? 2050. ഓക്കെ, അത്രയും കാര്യം ഓക്കെ അല്ലേ? എങ്കിൽ റൂഫ് ടോപ്പ് സോളാർ എനർജി, നമ്മൾ പല വീടിന്റെ മുകളിലും എന്താ പറയാ, നമ്മുടെ സൗര പ്രോഗ്രാം പ്രകാരം എന്താ, നമ്മുടെ എന്തായാലും പേരെന്താ, സോളാർ പാനൽ നമ്മൾ വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഓക്കെ, അതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാ, റിന്യൂവബിൾ എനർജി ടാർഗറ്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ KSEB ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ, റിവൈസ്ഡ് ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ. അപ്പൊ റിവൈസ്ഡ് ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ ഉണ്ടല്ലോ, അതെ. അപ്പൊ കേരള സ്റ്റേറ്റ് ക്ലൈമറ്റ് ആക്ഷൻ പ്ലാനിന്റെ രണ്ടാമത്തെ ഭാഗം 2 അല്ലേ കണ്ടത്? അത് ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാ? 2023 മുതൽ 2030 വരെ. 2024 ഈ പരിപാടിയൊക്കെ എന്ത് ചെയ്യുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മുടെ ടാർഗറ്റ് ടൈം എന്ന് പറയുന്നത് 2023 ടു 2030 ആണ്. 2030 ആകുമ്പോഴേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കേര ആയാലും അല്ലെങ്കിൽ ക്ലൈമറ്റ് റെസിലിയന്റ് പ്രോഗ്രാം ആയാലും അതിനൊക്കെ എന്ത് ചെയ്യണം, ഫലം കാണണം. കുറച്ചെങ്കിലും ഫലം കാണണ്ടേ, എന്നാലേ കുറച്ചുകൂടി ബെറ്റർ ഉണ്ടാവുള്ളൂ. അതില് നമ്മൾ ഒരു ഫ്രെയിം വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ക്ലൈമറ്റ് സ്ട്രാറ്റജി വാസ് പബ്ലിഷ്ഡ് ഇൻ May 2024. അതായത് May 2024 കേരളം ക്ലൈമറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നുള്ള സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ഒന്ന്, ഹെൽത്ത് പ്രിപ്പയർനെസ്. പ്രകൃതിയുടെ അല്ലെങ്കിൽ മനുഷ്യന്റെ ആരോഗ്യം നമ്മൾ എന്ത് ചെയ്യണം, സംരക്ഷിക്കണം. അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ ജീവിക്കുന്ന ഒരു സിറ്റിയിലാണെങ്കിൽ ഒരു മഴ പെയ്ത അല്ലെങ്കിൽ എന്താ ഒരു ഇടി വെട്ടിയ മൊത്തം എന്താകും, ആകെ പ്രശ്നമാവും, ആകെ വെള്ളമാവും. അർബൻ ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭവമാണ്. അവിടെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ടാവും, പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവില്ല. അത് ഈ മാൻഹോൾ ആയാലും എന്താ ഡിച്ചസ് ആയാലും ഒക്കെ എന്താ ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഗ്രേ മാറ്റർ വരാനുള്ള സാധ്യത ആയിരിക്കും കൂടുതലായിരിക്കും. ഗ്രേ മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മലിനജലങ്ങൾ വരാനുള്ള സാധ്യത ആയിരിക്കും കൂടുതലായിരിക്കും. അതൊക്കെ ചെയ്യാൻ വേണ്ടി അർബൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യണം, മാറ്റണം. ഇതൊന്നും ഒരു ദിവസം കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല. അതുകൊണ്ടാണ് ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത് 2023 തൊട്ട് 2030 വരെ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി എന്ന് പറഞ്ഞ ചാനൽ ഉണ്ടാവും. സർ, പ്രധാനപ്പെട്ട കാര്യം ചെയ്തില്ല, ക്വസ്റ്റ്യൻ അല്ലേ ചെയ്യേണ്ടത്? അതെ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനോട് നമുക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം ഇനി വീണ്ടും. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കുന്നുണ്ട്, സമാധാനത്തിൽ കേൾക്കുക. ഓക്കെ, ഇൻ 2024 ദ ഗവൺമെന്റ് ഓഫ് കേരള ലോഞ്ച് ക്ലൈമറ്റ് റെസിലിയന്റ് കേരള ഇനീഷ്യേറ്റീവ് CRKI. നമ്മൾ CRKI കുറിച്ച് മാത്രമാണോ പഠിച്ചത്? അല്ല, CRKI ഉണ്ട്, കേരയുണ്ട്, കേരള എന്താ KSEB ചെയ്യുന്ന പരിപാടി ഉണ്ട്, ശൗര്യ ഉണ്ട്, എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വിച്ച് അലൈൻസ് വിത്ത് ദ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ഓക്കെ, ആ ഗോൾസ് ഉണ്ട്. അതിന് എത്രാമത്തെ ലെവലാണ് ചെയ്യുന്നത്? 2.0, രണ്ടാമത്തെ ലെവലാണ്. നമ്മൾ എന്ത് ചെയ്തു, അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്ലാൻ എപ്പോഴാണ് നമ്മൾ കൊണ്ടുവന്നത്? May 2024 കൊണ്ടുവന്നത്. ഓക്കെ അല്ലെ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് കറക്റ്റ്ലി ഡിസ്ക്രൈബ് ദ ഇനീഷ്യേറ്റീവ് ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് കേരള ഗവർണൻസ് ആൻഡ് പ്ലാനിംഗ് സിസ്റ്റം? അപ്പൊ അതാ പിടിച്ചോ. ഒന്ന്, ഇറ്റ് ഇന്റഗ്രേറ്റ്സ് ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ് ഡയറക്ട്ലി ഇൻ ടു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ലെവൽ പ്ലാൻസ്. അതെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളല്ലേ ഇത് ചെയ്യുന്നത്, അത് കറക്റ്റ് ആണ്. രണ്ട്, it is coordinated by Kerala State Disaster Management Authority and funded solely by the World Bank. അല്ലല്ലോ, വേൾഡ് ബാങ്ക് സോളി അല്ലല്ലോ. വേൾഡ് ബാങ്ക് ഒറ്റയ്ക്ക് ഫണ്ട് ചെയ്യുന്ന പ്രോഗ്രാമിന്റെ പേരെന്താ? അത് CRKA ആണോ അതോ കേര ആണോ? KERA.
കേരയാണ് വേൾഡ് ബാങ്ക് സോൾലി ഫണ്ട് ചെയ്യുന്ന പ്രോഗ്രാം. ഇതിൽ എന്താ ഫണ്ട് ചെയ്യുന്നത്? ഇതിൽ ആരാ ഫണ്ട് ചെയ്യുന്നത്? വേൾഡ് ബാങ്ക് ഉണ്ട്, ഇവിടെ ആരും ഉണ്ട്, ഓക്കെ, AIB ഉണ്ട്, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനും എന്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലെ? ഇത്രയും കാര്യം ഓക്കെ ആണോ? ഡണ്ണല്ലേ? അതെ. നമ്പർ 3. അപ്പൊ 2 തെറ്റിട്ടോ. 2 തെറ്റിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എയും പോയി, ഓപ്ഷൻ സിയും പോയി. ഇനി നമ്മുടെ അടുത്ത് ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ആണുള്ളത്. 1ഉം 4ഉം എന്തായാലും ശരിയായിരിക്കും, കാരണം രണ്ടിലും ഉണ്ട്. 3 ശരിയായി കഴിഞ്ഞാൽ ബി ടിക്ക് ചെയ്യാം, 3 തെറ്റായാൽ എന്ത് ചെയ്യാം? ഡി ടിക്ക് ചെയ്യാം. അപ്പൊ 3 ശരിയാവും നോക്കാം. ഇറ്റ് എംഫസൈസ് വാട്ടർഷെഡ് ബേസ്ഡ് ഡെവലപ്മെന്റ് ആൻഡ് നാച്ചുറൽ ബേസ്ഡ് സൊല്യൂഷൻ ഫോർ ഡിസാസ്റ്റർ പ്രോൺ സോൺസ്. അപ്പൊ എന്റെ ചോദ്യം, ഡിസാസ്റ്റർ പ്രോൺ സോൺസ് ഉണ്ടാക്കുന്നുണ്ടാ? ഉണ്ട്. എങ്ങനെയാ ഡിസാസ്റ്റർ പ്രോൺ സോൺസ് ഉണ്ടാക്കുക? വൾണറബിലിറ്റി ഇൻഡെക്സിലൂടെ ഉണ്ടാക്കുക. വാട്ടർഷെഡ് ബേസ്ഡ് ഡെവലപ്മെന്റ്, അതായത് തണ്ണീർത്തടങ്ങൾ വികസിപ്പിക്കാണ് ഉദ്ദേശിക്കുന്നുണ്ടാ? തീർച്ചയായും. എന്താണോ പ്രോബ്ലം അതിന് നാച്ചുറൽ ബേസ്ഡ് സൊല്യൂഷൻസ്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട സൊല്യൂഷൻസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതെ, ഓക്കെ. അപ്പൊ 3 ശരിയല്ലേ? 3 ശരിയാണെങ്കിൽ 4 ഓട്ടോമാറ്റിക്കലി ശരിയാണ്. നമ്മുടെ ആൻസർ കിട്ടിയ എന്താ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 1, 3, 4. പക്ഷെ നമ്മൾ എക്സാം ഹോളിലല്ലോ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്യണ്ടേ? 4. ഇറ്റ് മാൻഡേറ്റ്സ് the use of climate vulnerability indexing in district level planning. Climate vulnerability index ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്നുണ്ടോ? ഉണ്ട്. അത് ജില്ലാ തലത്തിലാണോ ചെയ്യുന്നത്? അതെ. ഏത് ജില്ലയാണ്, ഏത് ക്ലൈമറ്റ് വളറബിൾ ആണെന്ന് നോക്കും. പാലക്കാട് ആണെങ്കിൽ ചൂടാണോ, എറണാകുളം ആണെങ്കിൽ എന്താ പ്രളയമാണോ, ഇടുക്കി വയനാട് ആണെങ്കിൽ ഉരുൾപൊട്ടലാണോ, എന്ത് ചെയ്യും? നമ്മൾ നോക്കുന്നതായിരിക്കും. അതിനനുസരിച്ച് ഇൻഡെക്സ് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പൊ 4 ശരിയല്ലേ? 2 മാത്രമേ തെറ്റുള്ളൂ. 1, 3, 4 ശരിയാണ്. എങ്കിൽ ഓപ്ഷൻ ബി എന്ത് ചെയ്യുന്നു? ടിക്ക് ചെയ്യുന്നു. ആൻസർ കിട്ടുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ആണോ? അപ്പൊ വന്നു. നമുക്ക് എന്ത് കിട്ടി? ഒരു ഹോട്ട് ടോപ്പിക്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻ എന്ത് ചെയ്തു? നമ്മുടെ കയ്യിൽ കിട്ടി. ഓക്കെ, അപ്പൊ ഇതേപോലെ ഒരു PYQ ക്ലാസ്സിൽ, അതായത് ഇപ്പൊ 4ാമത്തെയാണ്, 5ാമത്തെ PYQ ക്ലാസ്സിൽ നമുക്ക് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.